പ്രാവശ്യം രണ്ടുപേരും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് അമ്മച്ചിയുടെ കൂടെയാണ്. ഞാനും കുഞ്ഞേച്ചിയും വരുന്നുണ്ട്. അതൊക്കെ ഒരു സർപ്രൈസ് വിസിറ്റ് അമ്മേ. വരട്ടെ, കാണാലോ. ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയായി ഇരിക്കുവായിരുന്നു. സന്തോഷമായി മക്കളെ, വേഗം വാ. അന്നക്കൊച്ചേ, ഒന്നിങ്ങ് വന്നേടി. എന്തോ ഇതെന്താ ടീച്ചറമ്മേ ഇത്രയും സന്തോഷം? എന്റെ മക്കള് വരുവാടി, രണ്ടുപേരും വരുന്നുണ്ട്. അതെയോ? അതുകൊണ്ട് സന്തോഷം. നീ ഒരു കാര്യം ചെയ്യാം, ചന്തയിൽ പോയി താറാവും കരിമീനും എന്തൊക്കെയാണോ അതൊക്കെ മേടിച്ചിട്ട് വാ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവ് വരരുത്. പോയിട്ട് വരാം. പിന്നെ ആ പോകുന്ന വഴിക്ക് കരിനോടും കുറ്റിയോടും ഒന്ന് വർത്താനം പറഞ്ഞ് നിൽക്കരുത്. വേഗം വരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വന്നാലും വേണ്ടില്ല. എന്റെ പൊന്ന ടീച്ചറമ്മേ, ഞാൻ ആരോടെങ്കിലും വർത്താനം പറഞ്ഞാൽ നിൽക്കുവോ? ടീച്ചറമ്മ വിശേഷങ്ങൾ ചോദിക്കുന്നില്ല ഞാൻ പറയുന്നത്. എനിക്ക് എന്നാടി ഇത്ര പറയാനിരിക്കുന്ന നന്മ. പോയിട്ട് വാ, വേഗം വരണേ. എന്താണോ അറിയില്ല, രണ്ടാളും കൂടി എപ്പോഴാണാവോ എന്താ ഇത്ര സന്തോഷം? എന്റെ പെണ്ണമ്മേ, എനിക്ക് എന്റെ മക്കള് വരുന്ന രണ്ടുപേരും വരുന്നുണ്ട്. മക്കള് വരുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ടോ? അതോ ഒറ്റയ്ക്കാണോ വരുന്നേ? അതൊരു സർപ്രൈസ് ആണോ പറഞ്ഞേ, വന്നാലേ അറിയത്തുള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ. എന്നെ കുറിച്ച് നാളെ പോകുമല്ലേ, നീ തന്നെയാവില്ലേ? അതിനല്ലേ എന്റെ മക്കള് വരുന്നേ. ഞാൻ അവരുടെ കൂടെ അങ്ങോട്ട് പോകും. അവരോട് നീ പോവാണോ? അപ്പൊ നീ ഓസ്ട്രേലിയക്കാണോ ജർമ്മനിക്കാണോ പോകുന്നേ? അത് അവര് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ. സർപ്രൈസ് ആണെന്നാ പറഞ്ഞേ. രണ്ടുപേരും പരദൂഷണം പറഞ്ഞോണ്ടിരിക്കാതെ ചായ ഒന്ന് കുടിച്ചാൽ ദൂഷണമാണോടി ഞങ്ങൾ പറയുന്നേ? എന്റെ പൊന്ന ടീച്ചറമ്മേ, ഞാൻ എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേഗം ഒന്ന് പാകം ചെയ്യട്ടെ. നീ വേഗം വന്നല്ലോ, നന്നായി. എന്തൊക്കെയാണെങ്കിലും എന്നെ കൊച്ചു നിന്നെ എത്ര നന്നായിട്ടാ നോക്കിയേ. അത് ശരിയാ. എന്നാലും അവൾ എന്റെ കൂടെ വന്നിട്ട് 10 കൊല്ലമായി. അവക്ക് വേണ്ട എടി ഒരു ജീവിതം. അതുകൊണ്ടാ ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തിക്കൊടുത്തത്. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ലൊരു മനുഷ്യനെയൊക്കെ കണ്ടു കിട്ടുമോടി? അല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്താൽ സന്തോഷമല്ലേ? അതൊക്കെയല്ലേ മിച്ചമുള്ളൂ. ഇടയ്ക്കൊക്കെ നിന്നെ വന്ന് കാണുന്നത് എനിക്ക് ഒരു സന്തോഷമായിരുന്നു. ഇനിയിപ്പോ അതും ഇല്ല. ചായ കുടിക്കേ. നല്ല സാധനങ്ങളായിരുന്നു കിട്ടിയത്. താറാവ് മുപ്പാസൊക്കെ എന്റെ മിനിമോക്ക് വലിയ ഇഷ്ടമാ. നിനക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാലോ, ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നാ ഞാനങ്ങ് പൊക്കോട്ടെ. ഇനി ഞാൻ എന്നാ എന്നെ കുറിച്ചിട്ട് ചായ കുടിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവളോട് ഇനി എന്ന് വർത്താനം പറയാനാ? എനിക്കും ഇഷ്ടമാണ്. പിള്ളേരെ എപ്പോ വരുമോ എന്തോ പറയണ്ടേ. വിളിച്ചിട്ട് മക്കളെ കൊണ്ടുവന്നില്ലേ? ഇല്ല അമ്മച്ചി, അവർക്ക് ഇവിടെ ഇഷ്ടപ്പെടൂല. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനൊന്നും ചേരുന്നതല്ല. അതുകൊണ്ട് അവര് വന്നിട്ടില്ല. സാരമില്ല, അന്നക്കൊച്ച് നാളെ അങ്ങ് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എന്നാ ചെയ്യാനാ? ഞാൻ അതുകൊണ്ട് കൊച്ചുമക്കളെ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ പിന്നെ നിങ്ങള് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഭക്ഷണം കഴിക്കാം. അന്നക്കൊച്ച് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചു നേരം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ വരാൻ പറ്റി. നമുക്ക് വെള്ളം കഴിക്കാം. എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കുക. മനഃപൂർവ്വം പറഞ്ഞു ഞങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈൽ അത് അമ്മച്ചിക്ക് പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോയി? ഞാൻ
അന്നേരെ പറഞ്ഞതല്ലേ, അമ്മച്ചീനെ കൊണ്ടാകാനും അമ്മച്ചീനെ ചുമക്കാനും ഒന്നും എനിക്ക് പറ്റൂല. നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ. സമ്മതിക്കും എന്തോ ആവും. അതൊക്കെ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല കുറിച്ച് ഇന്ന് തന്നെ പൊക്കോ, ഞങ്ങൾ നാളെ അങ്ങനെ കയറി കൊണ്ടുപോകാം. ഇതെന്താ അമ്മച്ചി ഇങ്ങനെ ചേച്ചി പറയുന്നേ? എന്റെ ചേട്ടൻ നാളെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകൂല്ലേ? അപ്പൊ പിന്നെ എനിക്ക് അമ്മച്ചിന്റെ കൂടെ ഒരു ദിവസം അവിടെ നിൽക്കാനല്ലേ? അത് ശരിയാ. ഞങ്ങള് നാളെ ടൂർ പോകുമ്പോ നീ പോയാ മതി. ഇന്നും കൂടി ഇവിടെ നിക്കട്ടെ. ആ അത് മതി. വാ. എന്നെ നിങ്ങള് ടൂറ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ആ ഒരു കണക്കിന് അത് നന്നായി. നല്ലൊരു ദിവസം ആയിക്കൊണ്ട് ആരുവേതും ഇല്ലാത്തവരുടെ കൂടെ കഴിയാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ദൈവമേ നന്ദി. ടീച്ചറമ്മയോ? എല്ലാ മക്കളും ഉണ്ടല്ലോ. എന്താ വിശേഷം എല്ലാവരും കൂടി? വിശേഷമല്ല, ഇവരിന്ന് വന്നതാ. ഇവര് വന്നു. ഇന്ന് ഞങ്ങൾ അറിയോന്നോ? ഞങ്ങൾ എത്ര വർഷത്തെ പരിചയമുള്ള ആൾക്കാരാണെന്നറിയോ? ടീച്ചറമ്മ എല്ലാ വിശേഷ ദിവസങ്ങൾക്കും ഇവിടെ വരും. ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിട്ടുണ്ടെന്നറിയോ? ടീച്ചറമ്മ എനിക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ വിശേഷം സുഖമാണോ? എന്ത് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ടീച്ചറമ്മക്ക് എന്തുണ്ട് വിശേഷം? എനിക്ക് വിശേഷം ഇതല്ലേ, ഇവര് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സമാധാനമായി. അമ്മേനെ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. മേഡത്തിന് അറിയാവുന്ന ആളായിരുന്നു ഞങ്ങൾ രക്ഷപ്പെട്ടു. അമ്മയുടെ പേരൻസിനെ കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് അമ്മേനെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിത ശൈലിയിൽ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് അമ്മയുടെ അഹങ്കാരമല്ലേ. അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞങ്ങളൊരു സർവന്റിനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ കയ്യിലേക്ക് പൈസ എടുത്ത് അവളെ കെട്ടിച്ചു വിട്ടു. ഇനി ആരാ അമ്മേനെ നോക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റൂല. ഞങ്ങളുടെ സ്റ്റാറ്റസിലൊന്നും ചേർന്നതല്ല അമ്മ. എവിടുത്തെ കിട്ടിയത് നിങ്ങൾക്കൊക്കെ സ്റ്റാറ്റസ്? തന്തയാരും തള്ളയാരും അറിയാത്ത ഈ രണ്ടെണ്ണം ടീച്ചറെ ഒന്നും പറയണ്ട. ഇവളുമാരി അങ്ങനെ പോയിട്ട് വെറുതെ വിട്ടാലൊക്കത്തില്ലല്ലോ. മേഡത്തിന് പട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ അമ്മച്ചില്ലേ? മേഡം എന്തൊക്കെ പറയുന്നേ? ഞങ്ങളുടെ അമ്മച്ചി ചെറുപ്പത്തിനെ മരിച്ചു പോയെന്ന് അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഏഴ് പെണ്ണുങ്ങളെ, നിങ്ങൾക്കറിയോ ഇത് നിങ്ങളുടെ അമ്മച്ചി അല്ല. ഈ ടീച്ചറമ്മയാണ് കല്യാണവും കഴിച്ചിട്ടില്ല. 2 ക്രിസ്മസ് രാത്രികളിൽ ഇവിടുത്തെ അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ 2 മക്കളായിരുന്നു നിങ്ങൾ. ഈ ടീച്ചറമ്മയാണ് നിങ്ങളെ വളർത്തി വലുതാക്കി ഈ ഒരു നിലയിലെത്തി. അവരുടെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇവരെ അധികം തന്നെയല്ലേ? അമ്മച്ചി ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. ഹലോ അന്നക്കുച്ചേ, അമ്മച്ചി എവിടെയോ? ഞാൻ ഈ സ്നേഹസദനത്തില്. ഇത് ഞാനെന്താ കേൾക്കുന്നത്? അമ്മച്ചി എന്താ അവിടെ? അമ്മച്ചി അവിടെ തന്നെ നിൽക്കാൻ. ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ടീച്ചറമ്മ എങ്ങും കൊണ്ടുപോകണ്ട. ടീച്ചറമ്മ എന്റെ കൂടെ ഇവിടെ നിന്നോളാം. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. സാരമില്ല മക്കളെ, ഇതൊക്കെ ഇപ്പോ ഒരു ലോകസഹജമാ. വയസ്സാകുമ്പോ അപ്പനും അമ്മയൊക്കെ മക്കൾക്ക് ഭാരമാകും. ഇതിപ്പം പ്രസവിച്ച് വളർത്തിയ മക്കളാണെങ്കിലും ഒരു വ്യത്യാസവും കാണുന്നില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അമ്മച്ചി എന്റെ കൂടെ പോയത്? എന്റെ ചേട്ടൻ ഇന്നലെയും ചോദിച്ചതാ. മക്കളുള്ളത് ഞാൻ എങ്ങനെ അമ്മച്ചിന്റെ കൂടെ പോകാൻ? ഇനി എന്താണെങ്കിലും അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഞാൻ നിന്റെ കൂടെ വരാം. പിന്നെ നിനക്ക് ഒരു ഭാരമായി തോന്നുമ്പോ എന്നെ ഇവിടെ കൊണ്ടുപോയി വിടണം. എനിക്ക് ഇവളും നിങ്ങളെ പോലെ തന്നെയാണ്. നിങ്ങളൊക്കെ എവിടെയെങ്കിലാണെങ്കിലും
വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമിയിൽ പിറന്നു വീണ എല്ലാവരെയും അത് തേടിയെത്തും. എന്നാൽ പുതിയ കാലത്തെ മനുഷ്യർ അത് ബോധപൂർവം വിസ്മരിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളും അവിടെ ശരണാർത്ഥികളാകുന്ന വൃദ്ധരുടെ എണ്ണത്തിലെ വർധനയും. ഇപ്പോൾ അഭിമാനിക്കുന്ന യുവത്വം ഏറെക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം സ്വന്തം മാതാപിതാക്കൾക്ക് കനിവിൻ്റെ തണലേകാൻ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഉൾപ്രേരണയാകട്ടെ.